ക്ഷേത്രത്തിൻ്റെ ആചാര്യഗുരുവാണ് ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി. ഈ ക്ഷേത്രത്തിൻ്റെ പോറ്റിയും കൂടെയാണ്. ഞാനും ക്ഷേത്ര പൂജാരിയാണ്. അപ്പം അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ സമാധി ഇരിക്കണം. പക്ഷെ ആരും ഈ സമാധി ചടങ്ങ് കാണാൻ പാടില്ല എന്നുള്ള ഒരു ഇതായതുകൊണ്ട് നമ്മൾ ഈ ആരെയും അറിയിച്ചില്ല. അപ്പം പിന്നെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് നമ്മളവിടെ നോട്ടീസ് ഒഴിക്കുകയും ചെയ്തു. അച്ഛൻ സമാധിയായ വിവരം പിന്നീട് നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തു. സമാധി എങ്ങനെയായിരുന്നു അവിടെ തപസ്സിരിക്കുമായിരുന്നു? അവിടെ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ വീട്ടിൽ വന്ന് അച്ഛന് ഈ BP ഷുഗറിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഗുളികയും മരുന്നും കഴിച്ച് കഞ്ഞിയെല്ലാം കുടിച്ചതിന് ശേഷം അച്ഛൻ നേരത്തെ 3 ദിവസം മുമ്പ് എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആകുമെന്ന്. സമയമായപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സമാധിയാവാൻ സമയമായി എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ അവിടെ നിന്ന് നേരെ ഇവിടെ വന്നു. ഇവിടെ നേരത്തെ അച്ഛൻ സമാധിക്ക് വേണ്ടിയിട്ട് നേരത്തെ അച്ഛൻ പിന്നെ ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ഥലമെല്ലാം നിശ്ചയിച്ച് നേരത്തെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് മാത്രമേ എനിക്ക് കെട്ടാണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ സമാധിയുടെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അച്ഛൻ വന്ന് സമാധി അവിടെ വന്നിരുന്നു. അച്ഛൻ സമാധിയായി. അച്ഛൻ ഈ തൻ്റെ പത്മാസനത്തിലിരുന്ന് അച്ഛൻ മൈലാടി കല്ല് കൊണ്ടുവന്ന് ഒരു പീഠക്കല്ലൊക്കെ ഇട്ട് അതിൻ്റെ പുറത്തിരുന്ന് പത്മാസനത്തിലിരുന്ന് കൊണ്ട് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരം അനാഗതം വിശുദ്ധി എന്ന 6 ആധാര ചക്രങ്ങൾ നിർത്തി പ്രാണായാമം ചെയ്ത് തൻ്റെ സഹസ്രതല പത്മത്തിലെത്തി തൻ്റെ പ്രാണൻ അവിടെ അടക്കുകയാണ് ചെയ്യുന്നത്. സമാധിയാവുമ്പോൾ ചെയ്ത് അച്ഛൻ സമാധിയായി, ജീവൽ സമാധിയായതിനു ശേഷം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക? ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഈ സമയം ഞാൻ മാത്രമാണ്. എൻ്റെ അടുത്താണ് ഞാൻ പൂജാരി. എത്ര മണിക്ക് പൂജാരിയുണ്ട്. അച്ഛൻ അതായത് കറക്റ്റ് 11:30 രാവിലെ 10:30 വന്നിരുന്ന അച്ഛൻ 11:30 ആയപ്പോൾ സമാധിയുടെ ആ ലക്ഷണങ്ങൾ രാവിലെ രാത്രിയോ? രാവിലെ ഇന്നലെ അതായത് വ്യാഴാഴ്ച രാവിലെ എല്ലാം ചേർന്ന് ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് തീർന്നപ്പോഴത്തേക്കും ബ്രാഹ്മമുഹൂർത്തം ആയി. തിരിച്ച് കാലത്ത് നടക്കുന്ന സംഭവം ഈ സമാധി ചടങ്ങുകൾ ഒരുപാടുണ്ട്. അതായത് ഭസ്മം, ചന്ദനം, കുങ്കുമം, ഈ എല്ലാം പനിനീരടക്കം എല്ലാ ഐറ്റം പൂജാദ്രവ്യങ്ങളെല്ലാം ഇട്ട് കർപ്പൂരം എല്ലാം ഇട്ട് അച്ഛനെ നിബന്ധനം ചെയ്ത് അച്ഛൻ്റെ സമാധി ചടങ്ങുകളെല്ലാം ഞാൻ ചെയ്തത്. പക്ഷേ ജീവൻ പോയിട്ടുണ്ടായിരുന്നു. ജീവൻ പോയിട്ടുണ്ടായിരുന്നു. ജീവൻ എന്ന് പറഞ്ഞാൽ സമാധിയുടെ ലക്ഷണങ്ങളെ ഈ അമൃതകലയിലെത്തി സഹസ്രതള പത്മമാകുന്ന ശിവൻ കുടികൊള്ളുന്ന ഈ പദപ്പിൽ അച്ഛൻ അവിടെ ആ പ്രാണൻ അവിടെ അടച്ചാണ് അച്ഛൻ സമാധി. ബ്രഹ്മത്തെ നോക്കിയാണ് അച്ഛൻ ഇത് നിങ്ങൾ കെട്ടിയടച്ചു. എന്നിട്ട് നമ്മളതിനെ ആരൊക്കെ കൂടി? ഞാനും എൻ്റെ ചേട്ടനും കൂടെ. ചേട്ടനാണ് വന്നിട്ട് പിന്നീട് പൂജാ സാധനങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കൂടെ വാങ്ങിച്ച്. വീട്ടിൽ നിങ്ങൾ 2 മാത്രമേ ഉള്ളൂ? ഞാൻ ഉണ്ട്, എൻ്റെ വൈഫുണ്ട്, ഭാര്യ. അവരൊന്നും കണ്ടില്ലായിരുന്നു? അവരൊക്കെ കണ്ടായിരുന്നു. അവർ വന്ന് തൊഴുതിട്ട് പോകാനേ പറ്റും. അവർക്ക് തൊടാനൊന്നും പാടില്ലല്ലോ. എനിക്ക് എൻ്റെ ചേട്ടൻ മാത്രമേ ഇത് ചെയ്തതിന് ശേഷം ഞാനാണ് എല്ലാ പൂജാകർമ്മങ്ങളെല്ലാം ചെയ്ത് അച്ഛനെ സമാധി ഇരുത്തിയതിന് ശേഷം 3:30 എൻ്റെ അച്ഛൻ്റെ ജീവൻ പോയെന്ന് എങ്ങനെ മനസ്സിലാക്കി? പ്രാണൻ എന്ന് പറയുന്ന ഒരു സംഭവം പോകുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. എങ്ങനെ? അതായത് കൃത്യമായിട്ടും നമ്മുടെ പ്രാണൻ ഇവിടെ നിന്ന്, അതായത് മൂലാധാര ചക്രത്തിൽ ഓരോ ചക്രങ്ങൾ ഉണരുമ്പം നമുക്ക് അവിടെ അറിയാൻ പറ്റും. ഭയങ്കര ചൈതന്യമായിരുന്നു ആ സമയത്ത്. അച്ഛന് ഭയങ്കര ചൈതന്യവും തേജസ്സുമായിരുന്നു. സമയത്ത് പോയി ഇവിടെ ശ്വാസം ഞാനങ്ങ് ലയിച്ചു, ഭഗവാനിലങ്ങ് ലയിച്ചു. ആ സമയം കറക്റ്റായിട്ട് ശ്വാസം അങ്ങ് നിന്നു. അപ്പോൾ അമ്മയോട് പറഞ്ഞോ? അമ്മ സമാധിയായി എന്ന് പറഞ്ഞ് അമ്മ അറിയിച്ച് അമ്മ വന്ന്. ജസ്റ്റ് ബന്ധുക്കളൊന്നുമില്ലേ നിങ്ങൾക്ക്? ബന്ധുക്കളെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധുക്കളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പം ബന്ധുക്കളെയൊക്കെ നമുക്ക് അറിയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ സമയം ഭഗവാന്റെ ആ കാര്യങ്ങൾ പോലെ തന്നെയാണ് അച്ഛൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല. അച്ഛൻ പറഞ്ഞ മുഹൂർത്തമുണ്ട്, ആ മുഹൂർത്തം ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. അച്ഛൻ പറഞ്ഞ കാര്യം അതേപോലെ ഒരു പുത്രധർമ്മം എന്ന നിലയിൽ എനിക്ക് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ മുഹൂർത്തം തെറ്റിക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ആ മുഹൂർത്തത്തിൽ ആരെ അറിയിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയായിപ്പോയി. അതുപോലെ ഞാനത് ആ കർമ്മം അതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബന്ധുക്കളോടൊക്കെ പിന്നെ എപ്പോൾ പറഞ്ഞു? ബന്ധുക്കളോടൊക്കെ ഇനി മേലൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ബന്ധുക്കളടുത്തൊക്കെ. അനിയനാണോ മറ്റു ചടങ്ങുകളൊക്കെ ചെയ്ത്? ഞാനാണ് അനിയൻ. അതെ. പേരെന്താ? രാജസേനൻ. മറ്റേയാളുടെ പേര്? സനന്ദൻ. ഇത് രാജസേനൻ. എൻ്റെ ചേട്ടൻ്റെ പേരാണ് സനന്ദൻ. അത് കഴിഞ്ഞ് പോലീസൊക്കെ എങ്ങനെ അറിഞ്ഞു? അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ക്ഷേത്രം നാട്ടുകാർക്ക് അതായത് ഈ മഹാക്ഷേത്രം കുടുംബക്ഷേത്രമാണ്. അപ്പോൾ ഈ കുടുംബക്ഷേത്രം നാട്ടുകാർക്ക് വിട്ടുകൊടുക്കാത്തതിൻ്റെ പക അവരങ്ങ് തീർത്ത്. അതായത് എപ്രകാരമാണോ അവർ പക പോക്കാൻ കാത്തു നിന്നത് ആ സന്ദർഭം മുതലാക്കി ഇവരങ്ങ് വീട്ടി. അത്ര തന്നെ. ഈ നാട്ടുകാർക്ക് ഈ അമ്പലം കൊടുക്കണം. ഈ നാട്ടുകാർക്ക് കൊടുക്കാത്തതിൻ്റെ വ്യാപ് മൊത്തം ഇതിലങ്ങ് തീർത്ത്. ഈ ഒരു കാര്യം അവർ നോക്കി നിന്ന് നമുക്കിട്ട് എങ്ങനെ നമുക്ക് ശിക്ഷ തരാം, അവർ നോക്കി നിന്ന് നമുക്ക് ഈ ഒരു സംഭവം ഇത്രയാക്കിയതാണ്.